മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി വേണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരുന്നുണ്ട്. കേരള വിഷനോടൊപ്പം ടി സിദ്ദിഖ് MLA ചേരുന്നുണ്ട്. ശ്രീ ടി സിദ്ദിഖ്, വളരെ ഗുരുതരമായ വിഷയമാണ് നിലവിൽ ഇന്ന് രാവിലെ തൊട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് സൗമ്യയുടെ അമ്മയടക്കം പറയുന്നത്. ഈ സാഹചര്യത്തിൽ അത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? 2011 ഫെബ്രുവരിയിൽ ഷൊർണൂരിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന സൗമ്യ എന്ന് പറയുന്ന കുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമി കണ്ണൂരിലെ ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന വാർത്ത ഏറെ ഭയത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. കൊടും കുറ്റവാളിയാണ്. ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ സുരക്ഷാ ക്രമീകരണത്തിന് കീഴിൽ, സർവൈലൻസിന് കീഴിൽ കൊണ്ടു നടക്കേണ്ടതായിരിക്കുന്ന പ്രതിയാണ്. അത്തരമൊരു പ്രതി കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ളതായിരിക്കുന്ന ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിൽ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിലെ പല ജയിലുകളിലും പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ആസ്വദിക്കുന്നതായ പ്രവർത്തനങ്ങൾ ചില തടവുകാർക്കുണ്ട്. ആ തടവുകാർ പൊളിറ്റിക്കൽ തടവുകാരുണ്ട്, അല്ലാത്തതായിരിക്കുന്ന തടവുകാരുമുണ്ട്. അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ജയിലിൽ നിന്നുള്ളതായിരിക്കുന്ന സ്വർണം പൊട്ടിക്കൽ, ജയിലിൽ നിന്ന് കൊട്ടേഷൻ കൊടുക്കൽ, ജയിലിൽ നിന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യൽ, ജയിലിലേക്കും ജയിലിൽ നിന്ന് പുറത്തേക്കും അനധികൃതമായിട്ടുള്ള സാധന സാമഗ്രികൾ കൈകാര്യം ചെയ്യൽ, ജയിലിൽ നിന്ന് ഫോൺ വിളിക്കൽ, ജയിലിൽ തന്നെ സെപ്പറേറ്റ് ബ്ലോക്കുകൾ, സൗകര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ജയിലിൽ സമാന്തരമായിട്ടുള്ള പാർട്ടി സംവിധാനം കൊണ്ടു നടക്കുന്ന ഏറെ ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ പല ജയിലുകളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ സൗമ്യ എന്ന് പറയുന്ന കുട്ടിയെ ഗുരുതരമായ രീതിയിൽ ട്രെയിനിൽ നിന്ന് വീണപ്പോ തലയിലേറ്റ ക്ഷതമാണ് സൗമ്യയുടെ മരണകാരണമായത് എന്നുള്ളത് അന്ന് പറഞ്ഞിരുന്നു. ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ അല്ലെങ്കിൽ ഗോവിന്ദച്ചാമി തള്ളിയിട്ടതാണോ എന്നുള്ളതായിരിക്കുന്ന കാര്യത്തിൽ കോടതി അന്ന് സംശയം പറഞ്ഞിരുന്നു. ആ കുട്ടി അനുഭവിച്ചതായിരിക്കുന്ന മാനസികമായിട്ടുള്ള വലിയ വ്യഥ, വലിയതായിരിക്കുന്ന ദുഃഖവും പ്രയാസവും ഒരിക്കൽ പോലും നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതീവ സുരക്ഷയുള്ളതായിരിക്കുന്ന 10ാം നമ്പർ ബ്ലോക്കിലെ സെല്ലിൽ ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം. അവിടെ നിന്ന് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടു, എങ്ങനെ പുറത്തു ചാടാൻ പറ്റി, ആരൊക്കെ അതിന് സഹായിച്ചു, അതിന്റെ പിറകിലുള്ളതായിരിക്കുന്ന കണക്റ്റിംഗ് ലിങ്ക്സ് എന്തൊക്കെയാണ്, പുറത്തു നിന്ന് ആരൊക്കെയാണ് ഇതിന് സഹായം നൽകിയത്, അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന് കോടതിയിൽ കിട്ടിയ നിയമസഹായം ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജയിൽ ഒരിക്കലും സുരക്ഷിതമല്ല എന്നുള്ള, ജയിലിൽ എല്ലാ അനധികൃതമായ പ്രവർത്തനങ്ങളും നടത്തുന്നു, ജയിലിൽ പ്രോഹിബിറ്റഡ് ഓപ്പറേഷൻസ് നടക്കുന്നു, ജയിൽ ചാടാൻ സൗകര്യം ചെയ്ത് കിട്ടുന്നു. കേരളത്തിലെ ജയിലിന്റെ സുരക്ഷ ആഭ്യന്തര വകുപ്പിന്റെ, ജയിൽ വകുപ്പിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇവിടെ സംഭവിക്കുകയാണ്. അതില് TP ചന്ദ്രശേഖരൻ പ്രതികൾക്ക് ഒരു ഭാഗത്ത് പരോള് കൊടുക്കുമ്പോ ആ പ്രതികൾ നേരിട്ട് ജയിലിൽ നിന്ന് സ്വർണം പൊട്ടിക്കാനും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനും അവിടെ നിന്ന് ഫോൺ വിളിച്ച് ഡയറക്ഷൻ കൊടുക്കാനും ഒക്കെ നേതൃത്വം കൊടുത്തതായ സാഹചര്യവും നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ജയിലുകൾ കറക്ഷൻ സെന്റർ അല്ല, കേരളത്തിലെ ജയിലുകൾ പൊളിറ്റിക്കൽ സെന്ററായി മാറി എന്നുള്ളതായിരുന്നു അന്ന് പ്രതിപക്ഷം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തോടുകൂടി ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടിരിക്കുന്നു. പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് മാത്രമല്ല, മറ്റുള്ള പ്രിസണേഴ്സിനും യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ, അതും ഗുരുതരമായ രീതിയിൽ തെറ്റ് ചെയ്തതായിരിക്കുന്ന, സെപ്പറേറ്റ് ആയി താമസിപ്പിച്ചതായിരിക്കുന്ന കൊടും കുറ്റവാളി വരെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഏറെ ഗൗരവതരമാണ്. കേരളത്തിന്റെ ജയിലിൽ പോലും ലോ ആൻഡ് ഓർഡറും സുരക്ഷാ സംവിധാനവും കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ കൊടിയ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇതിനെതിരായിട്ട് നേതൃത്വം കൊടുത്ത, ഇതിൽ സഹായിച്ച മുഴുവൻ ആളുകൾക്കും എതിരായിട്ടുള്ള
നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം. ആ നടപടികൾ കേരളത്തിലെ ജനം പ്രതീക്ഷിക്കുകയാണ്. അതിനുള്ളതായിരിക്കുന്ന അടിയന്തരമായി അതിൽ പ്രത്യേക അന്വേഷണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കണം. ആ അന്വേഷണ സംവിധാനം പറയുന്നതായിരിക്കുന്ന ഓരോ റെക്കമെൻഡേഷൻസും നേരത്തെ തന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു. കോടതി നമ്മുടെ ജയിലുകൾക്കകത്ത് രക്തസാക്ഷി സ്തൂപങ്ങൾ, ജയിലുകൾക്കകത്ത് പ്രത്യേക ബ്ലോക്ക് പൊളിറ്റിക്കൽ പ്രസിഡന്റ്സിന് അവർ അവിടെ ബ്രാഞ്ച് കമ്മിറ്റി യോഗം പോലെ യോഗം ചേരുന്നു. അങ്ങനെ തുടങ്ങി ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള പൊളിറ്റിക്കൽ തടവുകാർക്കും അല്ലാത്ത തടവുകാർക്കും കറക്ഷൻ സെന്റർ എന്നുള്ളതാണ് ജയിലിന്റെ പേര്. ആ കറക്ഷൻ നടത്താൻ അനുവദിക്കാതെ അവരുടെ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസും തുടരാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഇടമായി കേരളത്തിലെ ജയിൽ മാറുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അതോടൊപ്പം ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരിക്കലും നമുക്ക് പുറത്തുവിടാൻ പറ്റാത്തതായിരിക്കുന്ന കൊടും കുറ്റവാളി, വളരെ കൊടും കുറ്റവാളി നിർദാക്ഷിണ്യം കൈകാര്യം ചെയ്യേണ്ടതായിരിക്കുന്ന പുറത്തേക്ക് അദ്ദേഹം ഈ ഗോവിന്ദച്ചാമി ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് സാധിക്കില്ല. ഒറ്റ കയ്യായിട്ടുള്ള ഗോവിന്ദച്ചാമിക്ക് സെൻട്രൽ ജയിലിലെ കൂറ്റൻ മതിൽ ചാടിക്കടന്നു വന്നത് തന്നെ ഏറെ സംശയമാക്കുന്നു. 7.5 മീറ്റർ ഉയരമുണ്ട്. ചുറ്റുമതിൽ കൂടാതെ ഇലക്ട്രിക് ഫെൻസിങ്ങും മുകൾ വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. 1000-ലധികം തടവുകാര് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിലവിലുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ദിവസങ്ങളുടെ ആസൂത്രണം മറ്റു പലരുടെയും സഹായത്തോടു കൂടി ഇദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ്. തരം പോലെയുള്ളതായിരിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് സെല്ലിലെ കാസ്റ്റ് അയൺ കമ്പി അദ്ദേഹം മുറിച്ചു എന്നുള്ളതാണ് കിട്ടുന്നതായിട്ടുള്ള വിവരം. കണ്ണൂരിൽ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമായി ഇപ്പൊ തുടരുന്നുണ്ട്. പക്ഷേ വേണ്ടതായിരിക്കുന്ന ജാഗ്രതയും സമീപനവും ഒരിക്കലും സ്വീകരിക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കൊച്ചി ഷൊർണൂർ പാസഞ്ചർ ട്രെയിൻ സഞ്ചരിച്ച കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ 23-കാരിയായിട്ടുള്ള ജീവനക്കാരി ഇയാളുടെ ക്രൂര പീഡനത്തിനിരയായി അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുന്ന സമയത്ത് തലകേടിച്ച് മരണപ്പെട്ടു. അതിലെ കൊടും പ്രതി ഈ രീതിയിൽ രക്ഷപ്പെട്ടു എന്നുള്ളത് കേരളത്തിലെ ജയിൽ സുരക്ഷ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള പ്രശ്നത്തെ കേരളത്തിൽ വിളിച്ചോതുക. തീർച്ചയായും വളരെ ഏറെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ടി സിദ്ദിഖാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വളരെയേറെ ആശങ്കകൾ നിറഞ്ഞ കാര്യമാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ ഇതിനു പുറകിൽ ഏതെങ്കിലും തരത്തിലുള്ള കരങ്ങൾ ഇയാളെ സഹായിച്ചു എന്ന തരത്തിലാണ് ടി സിദ്ദിഖ് അടക്കമുള്ളവർ, MLA അടക്കമുള്ളവർ പുറത്തു കൊണ്ടുവരുന്നത്. നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള അന്വേഷണമടക്കം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ പ്രതികരണത്തിലേക്ക് കേൾക്കാം. ഇത്രയും വലിയൊരു ജയിലെടുത്ത് ചാടണത്തില്ലെങ്കിൽ അവനൊരു ആള് കൂട്ടിനില്ലാതെ പറ്റില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ അവനൊരിക്കലും അത് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു ഈ ഒറ്റ കൈകാരം. ഇത്രയും വലിയൊരു ഇതെല്ലാം മുറിച്ചെടുത്ത് ചാടി കിടക്കണച്ചുണ്ടെങ്കിൽ അവന്റെ കൂട്ടിനൊരാളില്ലാതെ ഒരിക്കലും അത് സംഭവിക്കില്ല. എന്തായാലും അവനെ പിടിക്കപ്പെടണം, എത്രയും വേഗം അവനെ പിടിക്കപ്പെടണം. അതാണ് നമുക്കിവിടെ ആവശ്യം. എത്രയും വേഗം അവനത് അതിനെ പിടിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഞാൻ അന്നു മുതൽ ഇന്ന് വരെ പറഞ്ഞൊരു വാക്കാണ്, ഇനിയൊരു അമ്മയും എന്നെ പോലെ കരയാനുള്ളൊരു